ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോർ ഇന്ത്യയുടെ മറ്റൊരു PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് കോവിഡ്-19 ബന്ധപ്പെട്ട ചില സെലക്റ്റഡ് ഫാക്ട്സ് ആണ്. കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. 2019 ഡിസംബർ 31 ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കോവിഡ്-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീ വെൻലിയാങ്. ഡോക്ടർ ലീ വെൻലിയാങ് ആണ് കോവിഡ്-19 വൈറസ് കണ്ടുപിടിച്ചത്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം, പ്രഭാവലയം എന്നിങ്ങനെയാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം, പ്രഭാവലയം എന്നിങ്ങനെയാണ്. കൊറോണ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയ. കാലിഫോർണിയയിലാണ് കൊറോണ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 റിപ്പോർട്ട് ചെയ്ത സ്ഥലം തൃശ്ശൂർ. കേരളത്തിലെ തൃശ്ശൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് പാത്തോ ഡിറ്റക്റ്റാണ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ്. കോവിഡ്-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച രാജ്യം അമേരിക്കയാണ് കോവിഡ്-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച രാജ്യം. കോവിഡ്-19 ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1056 കോവിഡ്-19 ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. കോവിഡ്-19 ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075 കോവിഡ്-19 ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 22 2020 മാർച്ച് 22 നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച സംസ്ഥാനം പഞ്ചാബിലാണ് കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചത്. കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനിലാണ് കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിച്ചത്. കോവിഡ്-19 നിയന്ത്രണം ലക്ഷ്യമിട്ട് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടിയിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് കരസ്ഥമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനും ആരോഗ്യ സേതുവാണ്. കോവിഡ്-19 ബോധവൽക്കരണത്തിനായി റോബോട്ടുകളെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കോവിഡ്-19 ബോധവൽക്കരണത്തിനായി റോബോട്ടുകളെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം. കോവിഡ്-19 ബാധിതരെ പരിചരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് കോവിഡ്-19 ബാധിതരെ പരിചരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം. കൊറോണ വൈറസ് വ്യാപനത്തെ തടയാൻ കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ബ്രേക്ക് ദി ചെയിൻ. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൈ ഫാമിലി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൈ ഫാമിലി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ 5 ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിൾ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ 5 ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിൾ. കൊറോണ വൈറസിനെ തുരത്താൻ ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ക്യാമ്പയിനാണ് സേഫ് ഹാൻഡ്സ്. കൊറോണ വൈറസിനെ തുരത്താൻ ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ക്യാമ്പയിനാണ് സേഫ് ഹാൻഡ്സ്. കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി കരസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. കോവിഡ്-19 വ്യാപനം തടയുന്നതിനായി കരസേന നടത്തിയ ദൗത്യമാണ്. മാലിദ്വീപിലേക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എത്തിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനിയാണ് മാലിദ്വീപിലേക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എത്തിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം. മാലിദ്വീപിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സമുദ്രസേതുവാണ് മാലിദ്വീപിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യം. കോവിഡ്-19 തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള ദൗത്യമാണ് വന്ദേ ഭാരതാണ് കോവിഡ്-19 തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള ദൗത്യം. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം.
യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതി ബസ് ഓൺ ഡിമാൻഡ്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതി ബസ് ഓൺ ഡിമാൻഡ്. കോവിഡ് കാലത്തെ ആത്മഹത്യാ പ്രവണത ഒഴിവാക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവരക്ഷ. കോവിഡ് കാലത്തെ ആത്മഹത്യാ പ്രവണത ഒഴിവാക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവരക്ഷ. COVID-19-നെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ്. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം നാദിയ എന്ന കടുവ. ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെ നാദിയ എന്ന കടുവയ്ക്കാണ് COVID-19 ബാധ ആദ്യം സ്ഥിരീകരിച്ചത്. കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ ഡയറക്ടറായി നിയമിതയായത് ഡോക്ടർ എസ് ചിത്ര. കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ ഡയറക്ടറായി നിയമിതയായത് ഡോക്ടർ എസ് ചിത്ര. ഇന്ത്യയിൽ പുതുതായി കണ്ടെത്തിയ COVID-19 വകഭേദം ഡെൽറ്റ പ്ലസ്. ഇന്ത്യയിൽ പുതുതായി കണ്ടെത്തിയ COVID-19 വകഭേദം ഡെൽറ്റ പ്ലസ്. COVID-19-നെതിരായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനുകളാണ് കോവാക്സിൻ, കോവിഷീൽഡ്. COVID-19-നെതിരായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനുകളാണ് കോവാക്സിൻ, കോവിഷീൽഡ്. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കൗതുകരമായിട്ട് തോന്നുന്ന ഒരു ചോദ്യത്തിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ചോദ്യം: ലോകത്തിലെ ആദ്യ മാസ്ക് രഹിത രാജ്യം ഇസ്രായേൽ. ലോകത്തിലെ ആദ്യ മാസ്ക് രഹിത രാജ്യമാണ് ഇസ്രായേൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പുതിയ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.